നമസ്കാരം. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മാർക്കറ്റിൽ ഹെവി സെല്ലിംഗ് വരികയും ഇൻഡെക്സ് 300 പോയിന്റ് ഇടിഞ്ഞ് 21,150 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. നിഫ്റ്റി ബാങ്ക് കഴിഞ്ഞ ദിവസം 425 പോയിന്റ് ഇടിഞ്ഞു. സ്മാൾ ക്യാപ് ഇൻഡെക്സ് 3.4%, മിഡ് ക്യാപ് ഇൻഡെക്സ് 3.1% ഇടിഞ്ഞു. അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ നോക്കിയാൽ മേജർ സ്റ്റോക്കുകളെല്ലാം തന്നെ സെല്ലിംഗ് സൈഡിലായിരുന്നു. 1930ഓളം സ്റ്റോക്കുകളിൽ സെല്ലിംഗ് പ്രഷറും 200ഓളം സ്റ്റോക്കുകളിൽ ബൈയിങ് മൊമെൻറ്റവും കാണാൻ സാധിച്ചു. കഴിഞ്ഞ ദിവസം മാർക്കറ്റ് ഇടിഞ്ഞതിന് ഒരു സിംഗിൾ റീസൺ പറയാൻ സാധിക്കില്ലെങ്കിലും പല കാരണങ്ങളുടെ ഇമ്പാക്റ്റ് മൂലമാണ് മാർക്കറ്റ് ഇടിഞ്ഞതെന്നാണ് പൊതുവെ വിശകലനം ചെയ്യുന്നത്. 7 ആഴ്ച നീണ്ടുനിന്ന റാലിയുടെ പശ്ചാത്തലത്തിൽ മിഡ് ക്യാപ് സ്മാൾ ക്യാപ് സ്റ്റോക്കുകളെല്ലാം സ്ട്രെച്ച്ഡ് വാല്യൂഷൻ അല്ലെങ്കിൽ ഓവർ വാല്യൂഷൻ കാറ്റഗറിയിലേക്ക് എത്തി. ഈ സെക്ടറിൽ വന്ന പ്രോഫിറ്റ് ബുക്കിംഗ് മാർക്കറ്റിനെ ഒരു സെല്ലിങ്ങിലേക്ക് നയിച്ചു. രണ്ടാമത്തേത് കോവിഡ് കേസുകളുടെ വർധനമാണ്. കോവിഡ്-19 സബ് വേരിയൻ്റായ JN1 എന്ന വേരിയൻറ്റ് ഗോവ, കേരള, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഡിറ്റക്റ്റ് ചെയ്തു കഴിഞ്ഞു. 16ഓളം കോവിഡുമായി ബന്ധപ്പെട്ട ഡെത്തും റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. വ്യാപനശേഷി കൂടുതലാണ്, ഡെത്ത് റേറ്റ് കുറവാണ്. ഇതും മാർക്കറ്റിൽ ഒരു പാനിക്കിന് അല്ലെങ്കിൽ മാർക്കറ്റിൽ ഒരു സെല്ലിങ്ങിന് പിന്നിലെ കാരണമായി പ്രവർത്തിച്ചേക്കാം. മൂന്നാമത്തേത് ടെക്നിക്കൽ പാറ്റേൺ തന്നെയാണ്. അതായത് മാർക്കറ്റ് തുടർച്ചയായ ഹയർ ഹൈ എന്ന ഫോർമേഷൻസ് ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിൻ്റെ പശ്ചാത്തലത്തിൽ ഡെയിലി ക്യാൻഡിലും വീക്ക്ലി ക്യാൻഡിലും പല ഗ്യാപ്പുകളും ഫോം ചെയ്തിട്ടുണ്ട്. ഈ ഗ്യാപ്പുകൾ കറക്റ്റ് ചെയ്യേണ്ടതും മാർക്കറ്റ് അതിൻ്റെ ഓവർബോട്ട് സോണിൽ നിന്നും കറക്റ്റ് സോണിലേക്ക് എത്തേണ്ടതും അത്യാവശ്യമാണ്. ഇവിടെ ഈ രീതിയിലുള്ള ഒരു ടെക്നിക്കൽ കറക്ഷനും മാർക്കറ്റിൽ നടക്കുന്നു. ഇതുകൂടാതെ ഗ്ലോബൽ മാർക്കറ്റിൽ ക്രൂഡിൻ്റെ വില ഉയരുന്നതും ഒരു പ്രധാന കൺസേൺ തന്നെയാണ്. പ്രത്യേകിച്ചും ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന യമൻ ഹൂതീസ് കഴിഞ്ഞ ദിവസം റെഡ് സീയിലെ ഷിപ്പിംഗ് ലൈനുകളിൽ അറ്റാക്ക് നടത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ ബ്രന്റ് ക്രൂഡിൻ്റെ വില $80 പെർ ബാരൽ എന്ന ലെവലിലേക്ക് ഉയർന്നു. ബ്രന്റ് ക്രൂഡിൻ്റെ വില ഉയരുന്നത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിക്കുന്ന ഒരു കൺസേൺ ആണ്. കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റിലും സെൽ ഓഫ് പ്രകടമായിരുന്നു. നാസ്ഡാക്ക് 1.5%, ഡോ ജോൺസ് 1.27% ഇടിഞ്ഞു. ഡോ ജോൺസ് 475 പോയിൻ്റാണ് കഴിഞ്ഞ ദിവസം ഇടിഞ്ഞത്. അമേരിക്കൻ മാർക്കറ്റിലും പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെയാണ് വന്നത്. കാരണം 9 ദിവസത്തെ റാലിക്ക് ശേഷം മാർക്കറ്റ് ഏകദേശം ഓവർബോട്ട് സോണിലേക്ക് എത്തി. ഓവർബോട്ട് സോണിൽ നിന്നും മാർക്കറ്റ് നാച്ചുറൽ സോണിലേക്ക് ഒരു പുൾ ബാക്ക് നൽകിയതായിട്ടാണ് പല അനലിസ്റ്റുകളും വിശകലനം ചെയ്യുന്നത്. ഇതുകൂടാതെ ഡിസംബർ മാസത്തിൻ്റെ അവസാനത്തോടുകൂടി, അതായത് ന്യൂ ഇയർ, ക്രിസ്മസ് പോലുള്ള ഫെസ്റ്റിവൽ വരുന്നതുകൊണ്ട് ട്രേഡിംഗ് വോളിയം കുറയാനുള്ള സാധ്യതയുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് മാർക്കറ്റിൽ നിന്നും മണി വിഡ്രോവൽ നടത്തിയേക്കാം. ഇതൊക്കെ എല്ലാ വർഷവും ഇന്ത്യൻ മാർക്കറ്റിലും ഗ്ലോബൽ മാർക്കറ്റിലും നടക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ലിംഗ് നടത്തി. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഏകദേശം 4000 കോടിയോളം ബൈയിങ് നടത്തുകയും ചെയ്തു. ടെക്നിക്കൽ ക്യാൻഡിൽ പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ബിയറിഷ് എൻഗൾഫിംഗ് എന്ന ഒരു ബിയറിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഇതൊരു പ്രധാന കൺസേൺ തന്നെയാണ്. കാരണം 21,000 എന്ന സൈക്കോളജിക്കൽ സപ്പോർട്ട് മാർക്കറ്റ് മറികടക്കുകയാണെങ്കിൽ 20,750 വരെ ഇൻഡെക്സ് ഇടിയാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇനി കറണ്ട് മാർക്കറ്റിൽ നമ്മൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ 2 സ്റ്റോക്കുകളെ പരിചയപ്പെടാം. മാർക്കറ്റ് ആൾറെഡി ബിയറിഷ് ട്രെൻഡിലാണ്. അതുപോലെ തന്നെ 20-day 50-day എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് ലൈനുകളും ബിയറിഷ് ക്രോസ് ഓവർ സിഗ്നലാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഡിമാൻഡ് സോണിലുള്ള സ്റ്റോക്കുകളെ നമ്മൾക്ക് സ്റ്റാഗേർഡ് മാനറിൽ അക്കുമുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അത്ര വലിയ റിസ്ക് വരില്ല. അങ്ങനെ നമ്മൾക്ക് പരിഗണിക്കാവുന്ന കെമിക്കൽ സെക്ടറിലെ ഒരു സ്റ്റോക്കാണ് GMM ഫോൾഡർ. GMM ഫോൾഡർ എന്ന സ്റ്റോക്ക് ഡിമാൻഡ് സോണിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഈ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 1450, 1550 സപ്പോർട്ട്, 1450, 1550 ഡിമാൻഡ് സോണും 2000 സ്റ്റോക്കിൻ്റെ റെസിസ്റ്റൻസുമാണ്. സ്റ്റോക്ക് ഇപ്പോൾ ഡിമാൻഡ് സോണിനടുത്തായിട്ടാണ്. 1600 മുകളിൽ സ്റ്റോക്ക് പോസിറ്റീവ് ക്ലോസിംഗ് നൽകുകയാണെങ്കിൽ നമ്മൾക്ക് പൊസിഷൻ എടുക്കാം. രണ്ടാമത്തെ സ്റ്റോക്ക് മണാലി പെട്രോ കെമിക്കൽ എന്ന സ്റ്റോക്കാണ്. ക്രൂഡുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റോക്കാണ്. ക്രൂഡിൻ്റെ വില ഉയരുമ്പോൾ സ്റ്റോക്ക് പെർഫോം ചെയ്ത് തുടങ്ങും. 2022 ഏകദേശം 180 രൂപയ്ക്കടുത്ത് വിലയുണ്ടായിരുന്ന സ്റ്റോക്ക് ഇപ്പോൾ 75 രൂപയ്ക്കടുത്ത് ട്രേഡ് ചെയ്യുന്നു. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 73 രൂപ എന്ന റേഞ്ചിൽ കൺസോൾട്ടേഷൻ ബ്രേക്കൗട്ട് സ്റ്റോക്ക് നൽകുകയും ചെയ്തു. വരും ദിവസങ്ങളിൽ ക്രൂഡിൻ്റെ വില ഉയരുകയാണെങ്കിൽ നമുക്ക് മണാലി പെട്രോ എന്ന സ്റ്റോക്കിലും ബൈയിങ് മൊമെൻറ്റം പ്രതീക്ഷിക്കാം. ആൾറെഡി സ്റ്റോക്ക് ഏകദേശം ബോട്ടം ഔട്ട് ആയ സ്റ്റോക്കാണ്. അതുകൊണ്ട് ഡൗൺ സൈഡ് റിസ്ക് വളരെ കുറവാണ്. ഈ രണ്ട് സ്റ്റോക്കുകളെയും സ്റ്റാഗേർഡ് മാനറിൽ അക്കുമുലേറ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.